നമസ്കാരം. അഗസ്ത്യ മഹർഷിക്ക് ലഭിച്ചതുപോലെ അത്രി മഹർഷിക്ക് ശിവഭഗവാൻ വിവാഹരൂപത്തിൽ ദർശനം കൊടുത്തതും ഒരു പ്രത്യേക സ്വയംഭൂ ശിവലിംഗത്തെക്കുറിച്ചും എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറായതുപോലെയുള്ള നന്ദിദേവനുള്ള ഒരു പ്രശസ്ത ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമികു പരമകല്യാണി അമ്മേ ഉടനുരെ ശിവശൈലനാഥർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തെങ്കാശി ജില്ലയിൽ പടിഞ്ഞാറ് തുടർച്ചിമലയുടെ അടിവാരത്തിൽ കടനയാറ്റിൻകരയിൽ ആഴ്വാർകുറിച്ചിക്കടുത്ത് ശിവശൈലം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ, ശിവശൈലനാഥർ, സടയപ്പർ, ശിവശൈലപതി എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി പരമകല്യാണി അമ്മ എന്നീ നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. പുരാണങ്ങളിൽ അകത്തീച്ചരം എന്നറിയപ്പെട്ടിരുന്ന ഇവിടം ഒരു ദേവാല വൈപ്പുസ്ഥലമായും അറിയപ്പെടുന്നു. ഇവിടെയുള്ള നന്ദിശില എഴുന്നേൽക്കാൻ തയ്യാറായതുപോലെയാണ് ദർശനം തരുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതാണ്. യുഗങ്ങൾക്ക് മുമ്പ് കടമ്പ് വനമായിരുന്ന ഈ പ്രദേശത്ത് അഗസ്ത്യമാമുനിയുടെ നിർദ്ദേശപ്രകാരം അത്രി മഹർഷി പത്നിയോടും ശിഷ്യന്മാരോടുമൊപ്പം പർണശാല നിർമ്മിച്ച് താമസിച്ചു വന്നിരുന്നു. ഒരു നാൾ ശിഷ്യന്മാർ പൂജയ്ക്ക് പൂ ശേഖരിക്കാൻ വനത്തിൽ പോയപ്പോൾ ഒരിടത്ത് ഒരു പശു തനിയെ നിന്ന് പാൽ പൊഴിക്കുന്നത് കണ്ട് അതിശയിച്ചു നിന്നു. ശിഷ്യന്മാർ ഉടനെ ആ നിലം കുഴിച്ചു നോക്കിയപ്പോൾ മണ്ണിനടിയിൽ ഒരു സ്വയംഭൂ ശിവലിംഗം കണ്ടു. അവർ ഉടനെ ഗുരുവായ അത്രി മഹർഷിയുടെ അടുത്തു ചെന്ന് വിവരം പറഞ്ഞു. അത്രി മഹർഷി അവിടെ എത്തി ഭക്ത്യാദരപൂർവ്വം സ്വയംഭൂ ശിവലിംഗത്തെ പൂജിച്ചു. അത്രി മഹർഷിയുടെ പൂജയിൽ സംപ്രീതനായ ഭഗവാൻ മഹർഷിക്ക് ദർശനം കൊടുത്തു. ഭഗവാനെ വണങ്ങിയ അത്രി മഹർഷി അഗസ്ത്യർക്ക് ഭഗവാൻ വിവാഹവേഷത്തിൽ ദർശനം കൊടുത്തതുപോലെ തനിക്കും വിവാഹവേഷത്തിൽ ദർശനം തന്ന് അനുഗ്രഹിക്കണം എന്നപേക്ഷിച്ചു. ഭഗവാൻ അത് സമ്മതിച്ച് വിവാഹവേഷത്തിൽ പാർവതീദേവിയോടൊപ്പം ഋഷഭവാഹനത്തിൽ പടിഞ്ഞാറ് ദർശനമായി ഇരുന്നപടി മഹർഷിക്ക് ദർശനം കൊടുത്തു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ അത്രി മഹർഷി പൂജിച്ച സ്വയംഭൂ ശിവലിംഗം പുറ്റുമണിനടിയിൽ മറഞ്ഞുപോയി. പിന്നീട് ഒരു കാലത്ത് പാണ്ഡ്യനാടിന്റെ ഒരു പകുതിയായി മാറിയ മണലൂർ എന്ന ഈ പ്രദേശം തലസ്ഥാനമാക്കി സുദർശന പാണ്ഡ്യൻ എന്ന മന്നൻ ഭരിച്ചു വന്നു. വിവാഹിതനായി വളരെ കാലം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത കാരണത്താൽ അദ്ദേഹം രാജഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അശ്വമേധയാഗം നടത്തി. ആ യാഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ഏത് ദിശയിലേക്ക് പോയാലും ഭദ്രമായി തിരിച്ചെത്തുന്ന തന്റെ കുതിരയെ അലങ്കരിച്ച് കൂടെ സഹോദരനെയും അയച്ചു. ആദ്യം ആ കുതിര തെക്ക് ദിശയിലേക്കും പിന്നീട് കിഴക്ക് ദിശയിലേക്കും പോയി വിജയിച്ച് തിരിച്ചു വന്നു. പിന്നീട് ആ കുതിരയെ പടിഞ്ഞാറ് ദിശയിലേക്ക് അയച്ചു. ആ കുതിര ശിവശൈലം ഭാഗത്തേക്ക് വന്നപ്പോൾ ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശ്രീമുരുകൻ ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിലെത്തി ആ കുതിരയെ അടക്കി ഒരു മരത്തിൽ ബന്ധിച്ചു. ഈ വിവരം അറിഞ്ഞ് സുദർശന പാണ്ഡ്യൻ കോപത്തോടെ സ്ഥലത്തെത്തി. രാജാവിനും ബാലനുമിടയിൽ വാക്പോര് നീണ്ടുനിന്നു. ഒടുവിൽ രാജാവ് തോൽവിയടഞ്ഞപ്പോൾ ശ്രീമുരുകൻ മന്നന് മുന്നിൽ സ്വയരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പുറ്റിനുള്ളിലെ സ്വയംഭൂ ശിവലിംഗം മന്നന് കാണിച്ചു കൊടുത്ത് അപ്രത്യക്ഷനായി. രാജാവ് ഭക്തിപുരസരം സ്വയംഭൂ ശിവലിംഗത്തെ പുറത്തെടുത്ത് പൂജിച്ചു. അദ്ദേഹം ചെയ്ത സത്കർമ്മങ്ങളുടെയും യാഗത്തിന്റെയും ഫലമായി ശ്രീമുരുകൻ തന്നെ അദ്ദേഹത്തിന് പുത്രനായി പിറന്നു. ആ കുഞ്ഞിന് മന്നൻ കുമാരപാണ്ഡ്യൻ എന്ന നാമം വെച്ച് തനിക്ക് സകല ഐശ്വര്യങ്ങളും തന്നനുഗ്രഹിച്ച ശിവശൈലനാഥർക്ക് മനോഹരമായ ഒരു കോവിൽ നിർമ്മിച്ചു എന്നതാണ് ഐതിഹ്യം. കോവിൽ നിർമ്മിക്കുന്ന സമയത്ത് അമ്പാൾക്ക് തനി സന്നിധി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ശിവശൈലത്തിന് അരികിലുള്ള സ്നേഹപുരി എന്ന ഇപ്പോഴത്തെ ആമ്പൂർ എന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണന്റെ സ്വപ്നത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അമ്പാളുടെ 4 കരങ്ങളോടെയുള്ള വിഗ്രഹം അഗ്രഹാരത്തിനു നടുവിലുള്ള കിണറ്റിൽ ഉണ്ടെന്നും ദേവിക്ക് പരമകല്യാണി എന്ന നാമം വെച്ച് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനും ഉത്തരവ് കൊടുത്തു. അപ്രകാരം ആ ബ്രാഹ്മണൻ താൻ കണ്ട സ്വപ്നത്തെപ്പറ്റി നാട്ടുകാരെയും മന്നനെയും അറിയിച്ച് എല്ലാവരും ചേർന്ന് ആ കിണറ്റിൽ തേടിയപ്പോൾ ജലവാസം ചെയ്യുകയായിരുന്ന അമ്പാളുടെ ശില കണ്ടെടുത്ത് വാദ്യഘോഷങ്ങളോടെ ആനയിച്ചു കൊണ്ടുപോയി ശിവശൈലം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ദേവിക്ക് പരമകല്യാണി എന്ന നാമം വരാനുണ്ടായ കഥ ഇപ്രകാരമാണ്. ഏതോ യുഗത്തിൽ ഭൃംഗിമുനി ഒരു നാൾ ശിവശൈലത്തെത്തി ശിവശൈലനാഥരെ ദർശിച്ച ശേഷം അമ്പാളെ ദർശിക്കാതെ അവിടം വിട്ടുപോയി. ദേവി ദേഷ്യം വന്ന് ഭൃംഗിമുനിയുടെ ശക്തികളെല്ലാം നീക്കിയതും പോരാഞ്ഞ് ഭഗവാനോട് ഭൃംഗിമുനിയെ ശപിക്കാനും നിർദ്ദേശിച്ചു. ശിവഭഗവാൻ തന്റെ ഭക്തനെ ശപിക്കാൻ കൂട്ടാക്കിയില്ല. ഇതിൽ കോപം കൊണ്ട ദേവി പടിഞ്ഞാറ് ദിശയിലേക്ക് പുറപ്പെട്ടു പോയി അത്രി മഹർഷിയുടെ പർണശാലയ്ക്കരികിൽ ചെന്ന് തപസ്സനുഷ്ഠിച്ചു. ഭഗവാൻ അവിടെ എത്തി ദേവിയോട്, ഹേ പരമകല്യാണി, കോപിക്കാതെ, ഇത് ഒരു തിരുവിളയാടൽ മാത്രം എന്ന് പറഞ്ഞ് ദേവിയെ സമാധാനപ്പെടുത്തി തിരിച്ച് കോവിലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അന്നു മുതൽ ദേവിയുടെ നാമം പരമകല്യാണി എന്നായി. ഭഗവാനെ പോലെ ദേവിയും ഇവിടെ സ്വയംഭൂവാണ്. ശിവശൈലം തിരുക്കോവിൽ നിർമ്മിച്ച് കുംഭാഭിഷേകവും നടത്തിയ മന്നൻ സുദർശന പാണ്ഡ്യൻ ഒരു നാൾ വൈകുന്നേരത്തോടെ മുന്നറിയിപ്പില്ലാതെ ശിവശൈലം കോവിലിലേക്ക് പുറപ്പെട്ടു. ആ സമയം കടനയാറ്റിൽ പെരും വെള്ളം ഏർപ്പെട്ടതിനാൽ മന്നന് 6 കടന്ന് കോവിലിലേക്ക് എത്താനായില്ല. മന്നൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ആറ്റിൽ വെള്ളം കുറഞ്ഞു. രാജാവ് ഏതു വിധേനയോ കോവിലിലേക്ക് എത്തിയപ്പോഴേക്കും അർദ്ധയാമ പൂജ കഴിഞ്ഞ് കോവിൽ അടച്ചിരുന്നു. അവിചാരിതമായി രാജാവിനെ കണ്ട പൂജാരി പരിഭ്രമിച്ചു. പെട്ടെന്ന് തന്നെ സമചിത്തതയോടെ കോവിലിലെ പ്രധാന ദേവദാസിക്ക് പ്രസാദമായി കൊടുത്ത
ഭഗവാന് ചാർത്തിയ പൂമാല അവൾ മുടിയിൽ ചൂടിയിരുന്നത് പെട്ടെന്ന് തന്നെ തിരികെ വാങ്ങിച്ച് പൂജാരി മന്നന് കൊടുത്തു. രാജാവ് ഭക്ത്യാദരപൂർവ്വം കണ്ണിൽ മുട്ടിക്കാനായി പൂമാലയെടുത്ത് ഉയർത്തിയതും ഒരു നീണ്ട മുടിയിഴ പൂമാലയിലിരിക്കുന്നത് രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് എന്താണെന്ന് രാജാവ് കോപത്തോടെ പൂജാരിയോട് ചോദിച്ചപ്പോൾ പൂജാരിയും അന്തം വിട്ടു. എങ്കിലും പേടി പുറത്തു കാണിക്കാതെ അത് ഭഗവാന്റെ ജടാമുടിയിഴയാണെന്ന് പറഞ്ഞ് പൂജാരി തൽക്കാലം രക്ഷപ്പെട്ടു. വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന മന്നൻ ഭഗവാന്റെ മുടി കാണാൻ പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. രാജാവ് പോയി കഴിഞ്ഞതും പൂജാരി തന്നെ രക്ഷിക്കണമെന്നപേക്ഷിച്ച് ഭഗവാന്റെ കാൽക്കൽ വീണു. ഗർഭഗൃഹത്തിന്റെ 3 ദിശകളിലുള്ള 3 ചുവരുകളിലായി ദ്വാരമിടാൻ അശരീരി കേട്ടു. പിറ്റേന്ന് രാജാവ് എത്തിയപ്പോൾ പൂജാരി രാജാവിനെ ഗർഭഗൃഹത്തിന്റെ പിൻവശത്തെ ദ്വാരത്തിനടുത്ത് നിർത്തി. കരുവറയിൽ ഭഗവാന്റെ നാഗാഭരണ കവചം മാറ്റി പൂജാരി ദീപാരാധന കാണിക്കെ മന്നനും പൂജാരിക്കും ഭഗവാൻ ജടാമുടിയോടെ ദർശനം കൊടുത്തു എന്നാണ് പറയുന്നത്. മന്നൻ അത് കണ്ട് ഭഗവാനെ സ്തുതിച്ച് പൂജാരിയെ ബഹുമാനിച്ചു എന്നാണ് കഥ. ഗർഭഗൃഹത്തിന്റെ പിൻവശത്തുള്ള ദ്വാരം വഴി സൂക്ഷിച്ചു നോക്കിയാൽ ഇന്നും ശിവലിംഗത്തിന്റെ ശിരസിൽ മുടിയുടെ രേഖകൾ കാണാമെന്നാണ് പറയുന്നത്. ഈ ഐതിഹ്യത്തിനാൽ ഭഗവാന് സടയപ്പർ എന്നൊരു നാമവുമുണ്ട്. ശിവശൈലം ക്ഷേത്രത്തിലെ നന്ദിക്കും പ്രത്യേകതയുണ്ട്. ഒരിക്കൽ ദേവലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് ഒരു ശാപം ഏർപ്പെട്ടു. ശാപവിമോചനത്തിനായി ശിവഭഗവാൻ സ്വയംഭൂവായി പടിഞ്ഞാറ് ദർശനമായി വാഴുന്ന കടമ്പ് വനത്തിൽ ശിവലിംഗത്തിന് എതിരിലായി 4 വേദങ്ങളുടെ മുഴക്കം കേൾക്കുന്നപടി ഒരു നന്ദിശില പ്രതിഷ്ഠിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ടു. അപ്രകാരം ദേവശില്പിയായ വിശ്വകർമാവ് ശിവശൈലത്തിലെത്തി ശില്പശാസ്ത്രപ്രകാരം സകല ലക്ഷണങ്ങളോടും കൂടി ഒരു നന്ദിശില നിർമ്മിച്ചു. പ്രതിഷ്ഠാവേളയിൽ ആ നന്ദിശിലയ്ക്ക് ജീവൻ വന്നപ്പോൾ വിശ്വകർമാവ് തന്റെ കയ്യിലെ ഉളികൊണ്ട് നന്ദിശിലയുടെ പുറത്ത് ശക്തിയായി അമർത്തിയപ്പോൾ നന്ദി വീണ്ടും ശിലയായി എന്നാണ് പറയുന്നത്. ഉളി അമർത്തിയ തഴമ്പ് ഇന്നും നന്ദിയുടെ പുറത്തുണ്ട്. എഴുന്നേൽക്കാൻ തയ്യാറായതുപോലെയാണ് ഈ നന്ദിശില. ആടിമാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ നന്ദി ഭഗവാന് കളഭചാർത്തും അഭിഷേകങ്ങളും വിശേഷാൽ പൂജകളും നടക്കുന്നു. ഈ ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു ദൂരത്തിൽ ആഴ്വാർകുറിച്ചിയിലുള്ള ശിവനന്ദിയപ്പർ കോവിലിലാണ് പ്രധാന ഉത്സവങ്ങളെല്ലാം നടത്തുന്നത്. ഉത്സവം നടത്താനായി തനി കോവിലുണ്ടെന്നതാണ് പ്രധാന സവിശേഷത. ഇവിടെ നടക്കുന്ന 12 നാൾ പങ്കുനി ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഭഗവാനും ദേവിയും സുബ്രഹ്മണ്യരും വിനായകരും പ്രത്യേകം പല്ലക്കിൽ എഴുന്നള്ളുന്നു. പങ്കുനി ഉത്സവത്തിന്റെ അവസാന നാൾ ദേവിയുടെ തേര് സ്ത്രീകളാണ് വലിക്കുന്നത്. ആഴ്വാർകുറിച്ചി ഗ്രാമം ശിവശൈലനാഥ സ്വാമിയുടെ ഗ്രാമം എന്നതിനാൽ ഇവിടെയുള്ളവർ മാപ്പിള വീട്ടുകാർ എന്നും ദേവീശില കിട്ടിയ ആമ്പൂർ ഗ്രാമക്കാർ പെൺവീട്ടുകാർ എന്ന നിലയിലും പ്രത്യേക മര്യാദ അർഹിക്കുന്നു. ഐപ്പശിയിൽ നടക്കുന്ന തിരുക്കല്യാണത്തിൽ ദേവി അണിയുന്ന സ്വർണ്ണവാച്ച് ഭക്തരുടെ മനസ്സ് കവരും. തിരുക്കല്യാണം കഴിഞ്ഞ് ഭഗവാനെയും ദേവിയെയും ആമ്പൂർവാസികൾ മറുവീട് കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങ് നടത്തി എല്ലാ മര്യാദകളോടും കൂടി തിരിച്ചയക്കുന്നു. ഇവിടെ പിറക്കുന്ന ആൺകുഞ്ഞുങ്ങൾക്ക് ശൈലപ്പർ, ശൈലു എന്നിങ്ങനെയും പെൺകുഞ്ഞുങ്ങൾക്ക് കല്യാണി, പരമകല്യാണി എന്നിങ്ങനെയും പേര് വയ്ക്കുന്നത് സഹജമാണ്. സാധാരണ കൃഷിക്കാർ പുഞ്ചപ്പാടത്തു നിന്ന് കൊയ്തുകൊണ്ടുവന്ന നെല്ല് അളക്കുമ്പോൾ ആദ്യത്തെ പറ 1 എന്നതിന് പകരം ലാഭം എന്ന് പറയാറുണ്ട്. അതുപോലെ ലാഭം എന്നതിന് പകരം ഇവിടെ കല്യാണി എന്നാണ് പറയുന്നത്. 1000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 5 നില രാജഗോപുരത്തോടും പടിഞ്ഞാറ് ദർശനമായി കാണപ്പെടുന്ന ശിവശൈലം ശിവശൈലനാഥർ തിരുക്കോവിൽ പാണ്ഡ്യരാജാക്കന്മാരിൽ സെന്തമിഴ് പാണ്ഡ്യന്റെ നിർമ്മിതിയാണെന്നാണ് അനുമാനം. 2022 ജൂൺ മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. ബലിപീഠം, കൊടിമരം, നന്ദി ഭഗവാനെയും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന കരുവറയിൽ ശിവഭഗവാൻ ശിവശൈലനാഥർ എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി ശിരസിൽ ജടാമുടിയുടെ അടയാളങ്ങളോടെ ദർശനം തരുന്നു. ഈ ശിവലിംഗത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഭൂമിക്ക് മുകളിൽ ഉള്ളൂവെന്നും 15 ഭാഗം, അതായത് സുമാർ 45 അടിയോളം ഭൂമിക്കടിയിലാണെന്നും പറയപ്പെടുന്നു. സ്വാമിയെ 4 വശത്തു നിന്നും ഭക്തർക്ക് ദർശിക്കാം. സന്നിധിക്കരികിൽ ഒരു ഉരുളും ഉലക്കയുമുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഇതിലിട്ടിരിക്കുന്ന മഞ്ഞൾ ഉലക്ക കൊണ്ടിടിച്ച് അല്പം എടുത്ത് അണിഞ്ഞാൽ വിവാഹം വേഗം നടക്കും എന്നാണ് വിശ്വാസം. അമ്പാൾ പരമകല്യാണി എന്ന നാമത്തിൽ 4 കരങ്ങളോടെ സ്വയംഭൂ വിഗ്രഹമായി തനി സന്നിധിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പടിഞ്ഞാറ് ദർശനമായി നിലകൊള്ളുന്നു. അമ്പാൾ അണിഞ്ഞിരിക്കുന്ന പല്ലാക്ക് മുക്കുത്തി സൗന്ദര്യത്തിന് സൗരഭ്യം ചേർക്കുന്ന വിധത്തിലുള്ളതാണ്. ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠകളെ കൂടാതെ നടരാജർ, ശിവകാമി അമ്പാൾ, നാഗങ്ങൾ, വിശ്വനാഥർ, വിശാലാക്ഷി അമ്മൻ, വിനായകർ, വള്ളിദേവിയാനി സമേത സുബ്രഹ്മണ്യർ, ശനീശ്വരൻ, ചണ്ഡികേശ്വരർ, ദുർഗ, അന്നപൂർണി, ഭൈരവർ, ചന്ദ്രൻ, സൂര്യൻ, ദക്ഷിണാമൂർത്തി, 63 നായന്മാർ, സുരദേവർ, നെല്ലയപ്പർ, ഗാന്ധിമതി അമ്മൻ, സപ്തകന്യകകൾ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളും ക്ഷേത്ര നന്ദവനത്തിൽ 27 നക്ഷത്രങ്ങളുടെയും 12 രാശികളുടെയും വൃക്ഷങ്ങളുമുണ്ട്. ക്ഷേത്രവൃക്ഷം കടമ്പ് മരം. ക്ഷേത്രതീർത്ഥം കടനയാറ്. ആഗമവിധി പ്രകാരമുള്ള 5 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പങ്കുനി ബ്രഹ്മോത്സവം, ആടിമാസ എല്ലാ വെള്ളിയാഴ്ചയും നന്ദിദേവന് കളഭചാർത്ത്, തൈപ്പൂയം, പുരട്ടാസി നവരാത്രി, ഐപ്പശി തിരുക്കല്യാണം, കാർത്തിക സോമവാരം, തൃക്കാർത്തിക, മാർഗഴി തിരുവാതിര, മാസി ശിവരാത്രി കൂടാതെ
അമാവാസി, പ്രദോഷം എന്നിങ്ങനെയുള്ള ദിവസങ്ങളും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാ സമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. മാർഗഴി മാസത്തിൽ രാവിലെ 6 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തെങ്കാശിയിൽ നിന്ന് 24 കിലോമീറ്റർ, ആഴ്വാർകുറിച്ചിയിൽ നിന്ന് 5.5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആഴ്വാർകുറിച്ചി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.